മിഖായൽ സ്റ്റാറെ പടിയിറങ്ങി. പകരം ഇനി ആര്? ഇവാനാശാൻ തിരികെ വരും. ശരിക്കും പ്രോബ്ലം എന്താണ്? മാനേജ്മെന്റിന്റെ പ്രോബ്ലം എന്താണ്? ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നന്മ. അങ്ങനെ മിഖായൽ സ്റ്റാറയും പടിയിറങ്ങിയിരിക്കുന്നു. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ പടിയിറക്കത്തെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമല്ല. നമ്മൾ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളാണ്. അത് ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെകഞ്ഞെടുത്തിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടോ സ്റ്റാറ്റ് വെച്ചിട്ടോ ഒന്നുമല്ല. സാധാരണ ഒരു 2014 മുതൽ ബ്ലാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്യുന്ന ഒരു സാധാരണ ഫാൻ എങ്ങനെയാണോ അതേപോലെയാണ്. ഞാൻ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. 2014 ആണ് നമ്മൾ മറ്റ് യൂറോപ്യൻ ക്ലബ്ബുകളെയൊക്കെ ആരാധിച്ചിരുന്ന നമുക്ക് സ്വന്തമായി സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മളുടെ രാജ്യത്ത് നമുക്കൊരു ലീഗ് വരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ നാടിനെ, അതായത് നമ്മുടെ സിറ്റിയെ, കേരളത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഒരു ക്ലബ്ബ് ഇവിടെ രൂപം കൊള്ളുന്നു. സ്വാഭാവികമായിട്ടും ഒരു മലയാളി എന്ന പേരിൽ ഉള്ളിലുള്ള ഫുട്ബോൾ വികാരം അവിടെ ഉണരുന്നു. അപ്പോൾ നമ്മൾ ബ്ലാസ്റ്റേഴ്സിന് പിറകെ ഇറങ്ങിത്തിരിക്കുന്നു. ആദ്യ സീസണിൽ ഡേവിഡ് ജെയിംസിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലെത്തുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മളെയൊക്കെ നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ തോൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ അതുകൊണ്ടൊന്നും ബ്ലാസ്റ്റേഴ്സും അല്ലെങ്കിൽ ആരാധകരും തളരാനൊന്നും തയ്യാറല്ല. കാരണം ആദ്യ സീസണിൽ തന്നെ ഫൈനൽ കളിച്ചു. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആരാധകർക്ക് വീര്യം കൂടുകയാണ് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ഓരോ വർഷം കഴിയുമ്പോഴും ഈ ആരാധകരുടെ ആ ഒരു ശക്തി കൂടി വരികയായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിലും ഒക്കെ നമുക്കത് കാണാവുന്നതാണ്, നമുക്കറിയാവുന്നതാണ്. ഓരോ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു 1000 അല്ലെങ്കിൽ 4000 ഒക്കെ ഫോളോവേഴ്സ് മാത്രമുള്ള ചില പ്ലേയേഴ്സിൻ്റെയൊക്കെ ഫോളോവേഴ്സൊക്കെ പടാന്ന് കയറുന്ന പരിപാടിയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ പ്ലേയേഴ്സ് വരെ അത്ഭുതപ്പെടും, ഇതെന്താണ്, ഞാനിത് എവിടെയാണ് എത്തിയത് എന്ന് അവർക്ക് പോലും തോന്നുന്ന രീതിക്കുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ 2014 മുതൽ ഇങ്ങോട്ട് ഉള്ള ഒരു ഒരു ജേർണി എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ വീഴ്ചകളാണ് ബ്ലാസ്റ്റേഴ്സിന് എന്നും വിനയായിട്ടുള്ളത്. കാരണം മാനേജ്മെൻറ്റിൻ്റെ വീഴ്ച എന്ന് പറയുമ്പോൾ എന്താ, ആദ്യത്തെ കേസ് ആരെയും റിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആരെയും നമുക്ക് നിലനിർത്താൻ പറ്റുന്നില്ല. കോച്ചുമാരെ നിലനിർത്താൻ പറ്റുന്നില്ല. പ്ലെയേഴ്സിനെ നിലനിർത്താൻ പറ്റുന്നില്ല. ഇതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നം. അപ്പോൾ ഈ പ്ലെയേഴ്സിനെ നിലനിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ, അല്ലെങ്കിൽ വേണ്ട രീതിക്ക് സെല്ല് ചെയ്യുകയും വേണ്ട രീതിയിൽ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കപ്പടിക്കാൻ സാധിക്കില്ല. നമുക്ക് ഒരിക്കലും ചാമ്പ്യൻസ് ആവാൻ സാധിക്കില്ല. ഇപ്പോഴും ഇത്രയും ഫാൻസ് ഫോളോവേഴ്സ് ഉള്ള, അല്ലെങ്കിൽ ഇത്രയും ടോപ്പ് ലെവലിൽ ഇത്രയും മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ക്ലബ്ബ് 11 വർഷമായിട്ട് കപ്പടിച്ചിട്ടില്ല. ഓക്കെ, ശരിയാണ്, ഫുട്ബോളാണ്. ഫുട്ബോളിൽ കപ്പടിക്കുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. വർഷങ്ങളോളം കാത്തിരുന്ന് കപ്പടിച്ച പല ക്ലബ്സിന്റെ ഹിസ്റ്ററി നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം എന്ന ഒരു കപ്പ് അർഹിക്കുന്നതാണ്. അപ്പോൾ അതിന്റെ കാരണം മറ്റൊന്നുമല്ല, കപ്പില്ലാത്തതിന്റെ കാരണം മാനേജ്മെന്റിന്റെ ഡിസിഷൻസ് ആണ്. ആലോചിച്ച് നോക്കുക, 2016 ശേഷം 16 കഴിഞ്ഞപ്പോഴത്തേക്ക് കോച്ചിനെ നമ്മൾ മാറ്റി, അടുത്ത കോച്ച് വന്നു, പ്ലെയേഴ്സുകൾ മാറി. എന്തിനു പറയണം, നമുക്കന്ന് സ്റ്റാറായി കളിച്ചുകൊണ്ടിരുന്ന ഇയാൻ ഹ്യൂം വരെ പോകുന്ന സിറ്റുവേഷനിലേക്ക് വന്നു. അതേപോലെ 2016 ആയപ്പോൾ വീണ്ടും ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ കളിച്ചു. അന്ന് കോപ്പലാശാന്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അന്നും ഇതേപോലെ തന്നെ പ്ലെയേഴ്സിനെ ഒന്നും നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നില്ല, കോപ്പലാശാനെ നിലനിർത്താൻ സാധിക്കുന്നില്ല. വീണ്ടും പുതിയൊരു ടീം വരുന്നു, പുതിയ മാനേജർ വരുന്നു. അങ്ങനെ നിരന്തരമായി മാനേജർമാർ വന്നു പോയി നിൽക്കുന്ന ഒരു ക്ലബ്ബായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഒരു മാനേജറുടെ കീഴിൽ ഒരു ടീം വന്ന് അതൊന്ന് ബിൽഡായി വരാൻ നല്ല സമയമെടുക്കും. ഒരു വർഷം കൊണ്ടൊന്നും ഒരിക്കലും ഒരു മാനേജർക്കും ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാനൊന്നും കഴിയില്ല. ഇനിയിപ്പോൾ ഒരു വർഷം കൊണ്ട് ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുത്താൽ തന്നെ അടുത്ത വർഷം ആ മാനേജർക്ക് ആ ടീമിനെ തന്നെ കൊടുക്കാൻ കൂടി നമുക്ക് കഴിയണം. ഇത് ബ്ലാസ്റ്റേഴ്സിന് അതും കഴിയുന്നില്ല. ഇവാൻ വിക്കോമനോവിച്ച് എന്ന മാനേജർ 3 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. ആൾ 3 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൾ 3 വർഷം കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് എവിടെയോ താഴെ തട്ടിൽ കിടന്ന ബ്ലാസ്റ്റേഴ്സിനെ പൊക്കിയെടുത്ത് മേളിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇവാൻ വിക്കോമനോവിച്ച് ചെയ്തത്. ആൾക്കും ഇത് തന്നെ, ആളിനെ മാറ്റിയില്ലെങ്കിൽ കൂടെ ആൾ ബിൽഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു ടീമിൽ നിന്ന് ആ പ്ലേയേഴ്സിനെയൊക്കെ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർഗെ പെരേര ഡൈസ്, അൽവാരോ വാസ്കസ്, സഹൽ അബ്ദുൽ സമദ്, ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ ആള് പൂട്ടിയ ഇവരെയൊക്കെ സെല്ല് ചെയ്തു എന്നുള്ളതാണ്, അവരൊന്നും നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും പരാജയകരമായ കാര്യം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഇവാൻ വിക്കുമനോവിച്ച് എന്ന മാനേജർ കഴിഞ്ഞ 3 വർഷവും നമ്മളെ പ്ലേ ഓഫിൽ എത്തിച്ച ആളാണ്. പുള്ളി വന്ന ആദ്യ വർഷം തന്നെ നമ്മൾ ഫൈനൽ കളിച്ചു. ബാഡ് ലക്കിന്റെ പേരിലാണ് 3-ാം തവണ നമ്മൾ ഫൈനൽ പരാജയപ്പെട്ടത്. ഓക്കെ, ഫൈൻ, ഫൈനൽ പരാജയപ്പെട്ടു. നമ്മൾ അവസാനത്തെ മാച്ചിൽ നമ്മൾ വീണുപോയി. ഓക്കെ, അത് സാരമില്ല. പക്ഷേ ഇവാൻ വിക്കമനോവിച്ചിന് അദ്ദേഹത്തിന് വേണ്ട പ്ലെയേഴ്സിനെ നിലനിർത്തി അദ്ദേഹത്തിന്റെ താല്പര്യാർത്ഥം സൈനിങ്ങും സെല്ലിങ്ങും നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സ് എപ്പോഴോ കപ്പടിച്ചിട്ടുണ്ടായിരിക്കണം. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് വേറെ ഒരു മാനേജർക്ക് കൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു, പകരം മിഖായൽ സ്റ്റാറെ വന്നു. ഏകദേശം പ്ലെയേഴ്സിന്റെ സൈനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മിഖായൽ സ്റ്റാറെ വരുന്നത്. അപ്പോൾ മിഖായൽ സ്റ്റാറയുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെ പുള്ളി പറഞ്ഞ പ്ലെയേഴ്സിനെ ഒന്നും അല്ല ഇവിടെ സൈൻ ചെയ്തേക്കുന്നത്. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുന്നത് മാനേജറുടെ താല്പര്യാർത്ഥമാണ്. മാനേജറാണ് പറയുന്നത് എനിക്ക് ഇന്ന പ്ലെയറിനെ വേണം എന്ന് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പറയുമ്പോൾ മാനേജ്മെൻറ്റ് അവിടെ ബിഡിന് പോകുന്നു, പ്ലെയേഴ്സിനെ വാങ്ങുന്നു. അപ്പോൾ അല്ലെങ്കിൽ മാനേജർ പറയുന്നത് എനിക്ക് ഇന്ന പ്ലെയേഴ്സിനെ നമുക്ക് സെല്ല് ചെയ്തിട്ട് വേറെ പ്ലെയറിനെ വാങ്ങാം. അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് മാനേജറാണ്. മാനേജറുടെ
എന്താ അഭിപ്രായങ്ങളാണ് മാനേജ്മെന്റ് കേൾക്കേണ്ടത്. പക്ഷേ ഇത് ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ ഇവാൻ വിക്രമനോവിച്ചിന് പകരം ഒരാളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഇവാൻ വിക്രമനോവിച്ചിന് ക്കാൾ റാങ്ക് കൂടിയ ഒരാളിനെ വേണം കൊണ്ടുവരാൻ. പക്ഷേ ഇവിടെയും നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവാൻ വിക്രമനോവിച്ചിന്റെ അത്രയും ഒരു പ്രൊഫൈലുള്ള ഒരു മാനേജർ ആയിരുന്നില്ല മിഖായേൽ സ്റ്റാർ. പക്ഷേ മിഖായേൽ സ്റ്റാറിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ആൾക്ക് കിട്ടിയ ടീം വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആൾക്കാര് സമയം വേണം. ആൾക്കും ഒരു 10 കളി കൊണ്ടോ 15 കളി കൊണ്ടോ ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയില്ല. ആദ്യമായിട്ടാണ് ഇന്ത്യയില്. ഇന്ത്യൻ പ്ലേയേഴ്സുമായിട്ട് ആദ്യമായിട്ടാണ് ഇടപഴകുന്നത്. അപ്പോൾ പുള്ളിക്കും സമയം കൊടുക്കണമായിരുന്നു. അതും ചെയ്തിട്ടില്ല. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ടീം പോരാ നല്ല സൈനിങ് ഇല്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നു ടീമിന് കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഏത് പ്ലെയറാണ് മോശം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? ആരാണ്? ആരുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ആരുമില്ല. അതില് മോശം പ്ലെയർ എന്ന് പറയാനായിട്ട് അതിലാരുമില്ല. ആ പ്ലെയേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അവരെ വേണ്ട രീതിക്ക് ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. നോവാ സെദോയി ഒരു ഒരു മോശം പ്ലെയറാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ISL കണ്ടതിലെ ഏറ്റവും മികച്ചൊരു പ്ലെയറാണ് ജീസസ് ജിമിനസ്. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബലോട്ടല്ലിനെ വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ജീസസ് ജിമിനസിനെ സൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ക്വാളിറ്റി അദ്ദേഹം കാണിക്കും. അഡ്രിയാൻ ലൂണ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ആള് പോരാ എന്നുള്ളതിൽ? ഇല്ലല്ലോ. പിന്നെ ആരെയാണ് പ്രശ്നം? വിപിനാണോ പ്രശ്നം? ഡാനിഷാണോ പ്രശ്നം? നമ്മുടെ രാഹുൽ KP ആണോ പ്രശ്നം? അല്ല. പെപ്രയാണോ പ്രശ്നം? ഇല്ല. ഞാൻ ഈ പറഞ്ഞ ഒരു പ്ലേയേഴ്സിന് നിങ്ങൾക്ക് പ്രശ്നം തോന്നുന്നില്ല. പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ചില മാധ്യമങ്ങളൊക്കെ വന്നിട്ട്, അത് മുൻനിര മാധ്യമങ്ങളൊക്കെ വന്നിട്ട് രാഹുൽ ഒരു പാഴ് കളിക്കാരനാണ്, ഇപ്പോഴും കളിപ്പിക്കുന്നു എന്നൊക്കെ പറയും. കാരണം അവരുടെ അടുത്ത് അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഒരു നെഗറ്റീവ് എവിടെയെങ്കിലും നടക്കുന്നെങ്കിൽ അത് മാത്രം ന്യൂസാക്കാൻ നിൽക്കുന്നവരാണ് നമ്മുടെ മുൻനിര മാധ്യമങ്ങളൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഡ്യൂറൻ കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സും ഗോകുലം FCയും തമ്മിൽ ഒരു ലീഗ് മാച്ച് ഉണ്ടായിരുന്നു. ശരിക്കും കേരളം സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ഡേ ആയിരുന്നു അത്. കേരള ഡെർബി. അത് ജൂനിയർ ടീമൊന്നും അല്ല കളിച്ചത്. 2 ടീമിൻ്റെയും സീനിയർ ടീമുകൾ തമ്മിലുള്ള കളിയായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണമായിരുന്നു. ആദ്യമായി കേരള ഡെർബി സംഭവിക്കുന്നു. അതിനെ വേണ്ട രീതിയിൽ ചാനൽ ചർച്ചകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. ഒന്നുമില്ലായിരുന്നു. ഇതൊരു ന്യൂസ് പോലും ഇല്ലായിരുന്നു. ഒരു പത്രത്തിൽ പോലും ന്യൂസ് ഇല്ലായിരുന്നു. അപ്പോൾ ഫുട്ബോൾ വളരേണ്ടത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർ അല്ലെങ്കിൽ കേരള ഡെർബി നടക്കാൻ പോകുന്നു അതെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഒരു ന്യൂസിലൊന്നും കണ്ടില്ല. ഞാൻ അന്ന് വിളിച്ചിങ്ങനെ സംസാരിച്ചായിരുന്നു ഒരു ന്യൂസിൻ്റെ അടുത്ത്. നിങ്ങളുടെ ന്യൂസ് ചാനലിൽ ഈ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ, ഇങ്ങനെ സ്പോർട്സ് ഇങ്ങനെ ഒരു കാര്യം ഇന്ന് നടക്കുന്നുണ്ട്, നിങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അതാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞ്. പക്ഷെ അവരൊന്നും ചെയ്യില്ല. അവർ നെഗറ്റീവ് ന്യൂസ് മാത്രം പറയുന്നവരാണ്. രാഹുൽ KP പാഴ് പ്ലെയർ ആണ് എന്ന് പറയാൻ കാണിച്ച ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് വേറെ ഒന്നും കൊണ്ടല്ല, ഫുട്ബോൾ കാണാത്തത് കൊണ്ടുള്ള ധൈര്യം. ഫുട്ബോളിനെ പറ്റി പ്രത്യേകിച്ച് വേറെ നോളജ് ഒന്നും ഇല്ലാത്തത് കൊണ്ടുള്ള ധൈര്യമാണത്. അവരങ്ങനെ പലതും പറയും. ടീമിനെ സംബന്ധിച്ച് എനിക്കൊന്ന് 2020 സ്ക്വാഡാണ് എനിക്ക് എപ്പോഴും ഫേവറേറ്റ്. ഡൈസ്, ലൂണ, നമ്മുടെ ലെസ്കോ, അതേപോലെ വാസ്കസ്, ആ ഒരു സ്ക്വാഡായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഈ സ്ക്വാഡ് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം അത്ര നല്ല ക്വാളിറ്റി പ്ലെയേഴ്സ് ഉള്ള ഒരു സ്ക്വാഡാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഒരുപക്ഷെ ഞാൻ പറയുന്നു, വാട്ട് ഇഫ് ഇവാനാശൻ ആയിരുന്നു ഈ സ്ക്വാഡിൻ്റെ കൂടെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഒരു ടേബിൾ ടോപ്പിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്ലാസ്റ്റേഴ്സ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇത്രയും മാച്ചിൽ ഏറ്റവും മോശം ഒരു പ്രകടനം നടത്തിയത് ഹൈദരാബാദ് FCക്ക് എതിരെയാണ്. പക്ഷേ ഹൈദരാബാദ് FCക്ക് എതിരെയുള്ള കളി എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്ന് നമ്മൾ കണ്ടതാണ്. ഒരു റഫറി മിസ്റ്റേക്ക്, അതായത് ഹോർമിയുടെ വയറിൽ കൊണ്ട ബോൾ ഹാൻഡ് കളിച്ച് പെനാൽറ്റി കൊടുത്തു. അപ്പം നമ്മൾ ഈ വർഷം കളിച്ച എല്ലാ കളിയും മികച്ച കളി തന്നെയാണ് കളിച്ചിട്ടുള്ളത്. ബഗാനെതിരെയൊക്കെ എന്തായിരുന്നു പെർഫോമൻസ് നമ്മൾ കണ്ടതല്ലേ. പക്ഷേ ബാഡ് ലക്ക്, അത് തന്നെ പറയാൻ പറ്റും. ബാഡ് ലക്ക്, നമ്മൾ തോൽക്കുന്നു. ബാഡ് ലക്ക് തന്നെയാണ്. ബഗാനെതിരെ കൈകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത ഒരു പെനാൽറ്റി ബോക്സിൻ്റെ ഉള്ളിൽ കൈകൊണ്ട് ബോൾ സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തു. അത് എന്നുവെച്ചാൽ ബ്ലാസ്റ്റേഴ്സിനെ കൂടുതലും തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് റഫറിമാരാണ്. അത് നമ്മൾ പലതവണ കണ്ടതാണ്. വാർ വന്നാലും അത് ഈ വാറിലെ സ്ക്രീനിൽ നോക്കിയിട്ടെങ്കിലും ഡിസിഷൻ എടുക്കാൻ ഇവർ പഠിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വാർ വന്നാലും ഇവർ അത് വേണ്ട വൃത്തിക്ക് ചെയ്യും തോന്നുന്നില്ല. കാരണം ഇവർ ഒരു ടീമിനെ തോൽപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന ആളുകളാണ് ഈ റഫറിമാരെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് മോശമാണ്, പക്ഷേ അവസ്ഥ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത് ഇതാണ്. ഇനിയിപ്പോൾ മൈക്കിൾ സ്റ്റാറെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ടൈം കൊടുക്കണമായിരുന്നു. അതല്ല, ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പുതിയൊരു കോച്ച് ആര് എന്നുള്ളതല്ല, എത്ര വലിയ പ്രൊഫൈലുള്ള കോച്ചാണെങ്കിലും ആൾ വന്ന് ഇനി വീണ്ടും ഈ ടീമുമായിട്ടൊന്ന് സെറ്റായി വരാൻ ടൈം എടുക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവാൻ വിക്രമനോവിച്ച് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ടീമാണിത്, അദ്ദേഹത്തിൻ്റെ അറ്റ്മോസ്ഫിയറാണിത്. ആൾക്ക് ഇവിടെ വന്ന് ഒന്ന് റീസെറ്റ് ആവാൻ അധികം സമയം വേണ്ടി വരില്ല. പിന്നെ ആൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്ലെയേഴ്സൊക്കെ ഒന്നുകൂടെ മോട്ടിവേറ്റ് ആവും, ആരാധകർ മോട്ടിവേറ്റ് ആവും, നമ്മുടെ ചുറ്റുപാടൊക്കെ ഒന്നുകൂടെ ഫ്രഷ് ആവും. അപ്പോൾ പ്രതിഷേധങ്ങൾക്ക് കുറച്ച് അറുതി വരും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആളിനെ കൊണ്ടുവരുന്നത് തന്നെയായിരിക്കും ബെറ്റർ. ഉള്ള കാര്യം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഒരു കോളിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആൾ ഓടി വരും എന്നുള്ള കാര്യം കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. ആൾ വന്നില്ല എങ്കിൽ ഞാൻ 100 വട്ടം ഉറച്ച ശബ്ദത്തിൽ പറയുന്നു, ആൾ വന്നില്ല എങ്കിൽ അത് മാനേജ്മെൻറ്റിൻ്റെ മാത്രം കുഴപ്പമാണ്. മാനേജ്മെൻറ്റിന് അയാളോടുള്ള ഈഗോ ആണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അയാളെ വിളിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരു തവണ പോലും പുള്ളിക്ക് വേണ്ടി മാനേജ്മെൻറ്റ് ട്രൈ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. വീണ്ടും മാനേജ്മെൻറ്റിനോടുള്ള പ്രതിഷേധം മുറുകുക തന്നെ ചെയ്യും. പുതിയൊരു മാനേജർ വന്ന് ഇവിടെ ഒന്നും കാണിക്കാൻ പോകുന്നില്ല. പുതിയൊരു മാനേജർ വന്നാൽ തന്നെ ആൾക്ക് നല്ല ടൈം വേണ്ടി വരും. അപ്പോൾ ബുദ്ധിപരമായിട്ട് തീരുമാനങ്ങൾ എടുത്താൽ
നമുക്ക് ഇനിയും സീസണിൽ 12 കളി ഓളം ഉണ്ട്. നമുക്ക് മേളിൽ കിടക്കുന്ന ടീമുകളൊന്നും ഒരുപാട് ദൂരെയൊന്നും അല്ല. നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകളിലാണ് കിടക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ പെർഫോമൻസും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് കയറി വരാവുന്നതേ ഉള്ളൂ. കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഇവാൻ വിക്കോമനോവിച്ചിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇറ്റ്സ് എ റിക്വസ്റ്റ്. താങ്ക് യു.